പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കിടക്കുന്ന കലണ്ടർ 2026 ആണ്ട്. 2026 ആണെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയ ലോകത്തിൽ കലണ്ടർ ഉണ്ടാക്കിയത്. ലോക ചരിത്രത്തെ രണ്ടാക്കി തിരിച്ചുകൊണ്ട് യേശു ക്രിസ്തു ജനിച്ചു. 33 തിരുവസങ്ങളിൽ ഭൂമിയിൽ മനുഷ്യനും ദൈവവുമായി ജീവിച്ച് എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു വീണ്ടും വരാൻ പോവുകയാണ്. ലോക സംഭവങ്ങളെല്ലാം, ലോകത്തിൽ ഇന്നലെ നടന്നുകൊണ്ടിരുന്നതും ഇന്ന് നടക്കുന്നതും നാളെ നടക്കുവാനിരിക്കുന്നതുമായ സകല സംഭവങ്ങളും സത്യവേദ പുസ്തകമായ ബൈബിളിലെ പ്രവചന നിവൃത്തികളാണ്. ബൈബിളിൽ പറയുന്ന സകല പ്രവചനങ്ങളും നിറവേറിയ ഒരു കാലഘട്ടം നാം ജീവിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നു യേശു ക്രിസ്തു വീണ്ടും വരാൻ പോകുന്നു. യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരെ ചേർത്ത് യേശു ക്രിസ്തുവിന്റെ 1000 വർഷ ഭരണം ഈ ഭൂമിയിൽ ആരംഭിക്കാൻ പോകുന്നു. 2 ഭരണ സംവിധാനം ഈ ഭൂമിയിൽ വരാൻ പോകുന്നു. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ 1000 വർഷക്കാല ഭരണം, ലോകത്തിന്റെ തലസ്ഥാനം യെരുശലേം എന്ന മഹാനഗരം. രണ്ടാമത്, എതിർ ക്രിസ്തു എന്നറിയപ്പെടുന്ന ലോകബാങ്കും യൂറോപ്യൻ യൂണിയനും ചേർന്നിട്ട് ഒരു വ്യക്തി മുഴു ലോകവും ഭരിക്കാനിരിക്കുന്നു. ലോകത്തിന്റെ തലസ്ഥാനം റോമ പട്ടണമാണ്. 2 ഭരണ സംവിധാനം ഇനി വരാൻ പോകുന്നു. അതിൽ യേശു ക്രിസ്തുവിന്റെ ഭരണത്തിൽ നിങ്ങൾ പങ്കാളികളാകണം. സ്വർഗരാജ്യത്തിന് യോഗ്യനായി തീരണം. അതാണ് സുവിശേഷം. യേശുവിന്റെ ഭരണത്തിൽ നീ പങ്കാളിയായി സ്വർഗത്തിന് യോഗ്യനായി തീരുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ തരുന്നു, രാജാതിരാജാവായി വീണ്ടും വരുന്നു. ലോക സംഭവങ്ങളെല്ലാം യേശുവിന്റെ വീണ്ടും വരവിനെ വിളിച്ചറിയിക്കുന്നു. യേശു ക്രിസ്തു വീണ്ടും വരുന്ന മുമ്പ് മുഴു ലോകത്തും കക്ഷി, രാഷ്ട്രീയ, ജാതി, മത, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഒരു വ്യക്തി നമ്പർ അടിസ്ഥാനത്തിൽ ഭരിക്കാൻ പോവുകയാണ്. യേശു ക്രിസ്തു വീണ്ടും വരുന്ന മുമ്പ് മുഴു ലോകത്തും കക്ഷി, രാഷ്ട്രീയ, ജാതി, മത, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഒരു വ്യക്തി നമ്പർ അടിസ്ഥാനത്തിൽ ഭരിക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കറൻസി നോട്ടിൽ പിൻവലിക്കാൻ പോകുന്നു. ഇന്ത്യയിലെ രൂപ, അമേരിക്കയിലെ ഡോളർ, കുവൈറ്റിലെ ദിനാർ, റഷ്യയിലെ റൂബിൾ, യെൻ, അങ്ങനെ തുടങ്ങിയ എല്ലാ കറൻസി നോട്ടുകളും പിൻവലിച്ച് അവിടെ ഡിജിറ്റൽ കറൻസി വരാൻ പോവുകയാണ്. ഈ വർഷം ആദ്യം ജനുവരി മാസത്തിൽ പത്രത്തിൽ പരസ്യം ഉണ്ടായിരുന്നു, 2050 ആണ്ടാകുമ്പോഴേക്കും നിങ്ങളുടെ കറൻസി നോട്ടിൽ പിൻവലിച്ച് ഡിജിറ്റൽ കറൻസി വരുമെന്ന്. അത് പരസ്യമാണെങ്കിലും സത്യവേദ പുസ്തകമായ ബൈബിളിലെ പ്രവചന നിവൃത്തിയാണ്. നിങ്ങളുടെ കറൻസി നോട്ടിൽ പിൻവലിക്കാൻ പോകുന്നു. നിങ്ങളുടെ വസ്തുവിന്റെ ആധാരം ഡിജിറ്റലാക്കി മാറ്റാൻ പോകുന്നു. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡിജിറ്റലാക്കി മാറ്റാൻ പോകുന്നു. സമസ്ത മേഖലകളിലും ഒരു ഡിജിറ്റൽ സംവിധാനം വരുന്നു. അത് ബൈബിളിലെ പ്രവചന പ്രകാരമാണ്. അത് മാത്രമല്ല, മനുഷ്യന്റെ പേരുകൾക്ക് ഓരോ മനുഷ്യൻ നമ്പറുകൾ അറിയപ്പെടുമെന്നുള്ള ബൈബിൾ പ്രവചന പ്രകാരം നിങ്ങൾക്കും എനിക്കും ആധാർ കാർഡ് കിട്ടി. ഇന്നുള്ള ആധാർ കാർഡിൽ 12 അക്കങ്ങളുണ്ട്. താമസംബന ഈ ആധാർ കാർഡിന്റെ നമ്പറും ഇന്ത്യയിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നമ്പറും ചേർത്ത് പുതിയൊരു നമ്പർ സംവിധാനം ഉണ്ടാക്കി നിങ്ങൾക്ക് വലതു കൈയുള്ളവന് വലതു കൈമേലും കൈയില്ലാത്തവന് നെറ്റിമേലും പതിച്ചു നൽകും. നിങ്ങൾ ഒരു 10 വർഷം ജീവിച്ചിരിക്കുന്ന കടകളിൽ ചെന്നാൽ നിങ്ങളുടെ കയ്യിൽ യാതൊരു വിധമായ കടലാസ് രേഖകളും ഉണ്ടാവുകയില്ല. നിങ്ങൾ ആ കടയിലോ ഗവൺമെന്റ് ഓഫീസിലോ ഒരു ബാങ്കിലോ ചെന്നാൽ നിങ്ങളുടെ കൈ അവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടറിനെ നീട്ടി കാണിച്ചാൽ ഇത് ഇന്ന ജില്ലക്കാരൻ, ഇന്ന പഞ്ചായത്തുകാരൻ, ഇത്ര നമ്മൾ വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയെന്ന് സകല വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ വരുന്ന ഒരു ഭരണകാലഘട്ടം വരാൻ പോകുന്നു. ഇത് സത്യവേദ പുസ്തകമായ ബൈബിളിലെ പ്രവചന പ്രകാരമാണ്. എപ്പോഴാണ് ഒരു ഏകലോക ഭരണം വരാൻ പോകുന്നത് വെച്ചാൽ താമസം വിന ബൈബിളിലെ പ്രവചന പ്രകാരം ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാകാൻ പോവുകയാണ്. 3ാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ സത്യവേദ പുസ്തകമായ ബൈബിളിലെ പ്രവചന പ്രകാരമാണ് നടന്നത്. ബൈബിളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു ദിവസം കൊണ്ട് രാജ്യം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് ലോകത്തിൽ 2 ലോകമഹായുദ്ധങ്ങളുണ്ടായി. 1914-19 1ാം ലോക മഹായുദ്ധവും 1939-45 വരെ 2ാം ലോക മഹായുദ്ധം ഉണ്ടായി. ഈ 2 ലോകമഹായുദ്ധങ്ങളുടെ പരിണിത ഫലമായിട്ട് ലോകത്തിൽ ഒരു ദിവസം ഉണ്ടായ രാജ്യമാണ് ഇസ്രായേൽ രാഷ്ട്രം. 1948 മെയ് മാസം 14-ാം തീയതി ബൈബിളിലെ പ്രവചന പ്രകാരം ഒരു ദിവസം കൊണ്ട് ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടായി. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഉണ്ടായത് 638 നാട്ടുരാജ്യം ചേർന്നാണ്. ഈ കേരളം ഉണ്ടായത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, വേണാട് എന്നിങ്ങനെയുള്ള നാട്ടുരാജ്യം ചേർന്നാണ്. എന്നാൽ ബൈബിളിലെ പ്രവചന പ്രകാരം ഒരു ദിവസം രാഷ്ട്രം ഉണ്ടായി. അങ്ങനെ മറ്റൊരു പ്രശ്നമാണ് പലസ്തീൻ പ്രശ്നം. ഈ പലസ്തീൻ പ്രശ്നമാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം, ഇസ്രായേൽ ഹമാസ് യുദ്ധം, ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം, ഇസ്രായേൽ HTS യുദ്ധം. ഈ യുദ്ധങ്ങളെല്ലാം ചേർന്ന് ഒരു 3ാം ലോക മഹായുദ്ധമായിട്ട് മാറും. നിങ്ങൾക്കറിയാമോ, ഇന്നലെ ഹോർമൂസ് കടലിലേക്ക് വീണ്ടും അടച്ചു. ഈ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അത് സാമ്പിൾ വെടിക്കെട്ടെന്നാണ്. തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ 1 ലക്ഷം പടക്കം പൊട്ടിക്കുമെങ്കിൽ ഒരു 1000 പടക്കം 2 ആഴ്ച മുമ്പ് പൊട്ടിച്ച് ഇതാണ് സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയും. ഇങ്ങനെ സാമ്പിൾ വെടിക്കെട്ട് പോലെയുള്ള യുദ്ധമാണ് നടക്കുന്നത്.
ഇപ്പോൾ ഈ ചെറിയ സാമ്പിൾ യുദ്ധം നടക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ഗ്യാസ് ഇല്ലാതായി, പെട്രോളിന് ഇപ്പൊ വില കൂടി, ചായക്ക് 12 രൂപയും 15 രൂപയായി. അപ്പൊ യഥാർത്ഥത്തിൽ രൂക്ഷമായ ക്ഷാമം വരും. പ്രിയമുള്ളവരെ, ഈ ലോകമഹായുദ്ധത്തിന് ശേഷം മുഴു ലോകത്തും ഒരു വ്യക്തി ഭരിക്കും. ആ വ്യക്തിയുടെ ഭരണകാലഘട്ടം 7 വർഷക്കാലമാണ്. അതിന് മുന്നോടിയായിട്ട് ലോകത്തിലെ സകല ഭരണകൂടങ്ങളുടെ നിയന്ത്രണം ഈ വ്യക്തിയുടെ കയ്യിലേക്ക് വരും. നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആ മീറ്റർ നമ്പർ, അവിടെ ഒരു നമ്പർ പ്രത്യേക കാര്യം എഴുതിയാൽ ബോർഡിൽ എഴുതി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് അഥവാ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിനെ കമ്പനിയാക്കി മാറ്റി 13 നമ്പറാണ്. അത് മീറ്റർ നമ്പർ 13 നമ്പറാണ്. അതായത് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിനെ റിലയൻസ് നിയന്ത്രിക്കുന്നു. വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞു. ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്നു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കയില്ല, പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്ന് ലോകബാങ്കിന്റെ പദ്ധതിയാണ്. ലോകബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നു. കച്ചവടക്കാരെ ലോകബാങ്ക് നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന GST, ഗുഡ് സർവീസ് ടാക്സ് മുഖേന ലോകത്തിലെ 140 രാജ്യങ്ങളിലെ കച്ചവടക്കാരെ ലോകബാങ്ക് നിയന്ത്രിക്കുന്നു. ആ ഗുഡ് സർവീസ് ടാക്സ് കൊണ്ടുവന്ന അന്നത്തെ പത്രത്തിൽ പരസ്യം ഉണ്ടായിരുന്നു, ഒരു ലോകം ഒരു കച്ചവടം ഒരു നികുതി. ബൈബിളിൽ ഒരു ലോകം ഒരു ഭരണാധികാരി എന്ന ബൈബിളിലെ പ്രവചനത്തിന്റെ ഭാഗികമായ നിവൃത്തിയായിട്ട് കച്ചവടക്കാർക്ക് GST ഉണ്ട്. GST നമ്പർ 15 നമ്പറാണ്. നിങ്ങളൊരു ബാങ്കിൽ ചെന്നാൽ ബാങ്കിൽ 21 നമ്പറുണ്ട്. നിങ്ങളുടെ പാൻ കാർഡിൽ ഒരു നമ്പറുണ്ട്, നിങ്ങളുടെ ആധാർ കാർഡിൽ ഒരു നമ്പറുണ്ട്, നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൽ ഒരു നമ്പറുണ്ട്, ക്രെഡിറ്റ് കാർഡിൽ ഒരു നമ്പറുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും നമ്പർ സംവിധാനം വരുന്നു. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഇനി വരാൻ പോകുന്ന കാര്യം പറയട്ടെ, നിങ്ങളുടെ വീട്ടു നമ്പറും വീട്ടുപേരും കൂടി ചേർത്ത് ഒരു പുതിയ നമ്പർ സംവിധാനം വരാൻ. അതിന്റെ കാരണം ഇപ്പൊ ഭക്ഷണമായിട്ട് വരുന്ന ആളുകളുണ്ട്, അതുപോലെ പുതിയ പോസ്റ്റ്മാൻ മാറി വന്ന വീടറിയാതെ തെരഞ്ഞെടുക്കും. അപ്പൊ ആ പോസ്റ്റ്മാനെ സഹായിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഭക്ഷണമായിട്ട് വന്ന വ്യക്തിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ഥിരമായി നിങ്ങൾക്കൊരു വീട്ട് നമ്പർ വരാൻ പോകുകയാണ്. നിങ്ങൾ ഇന്ത്യയിൽ എവിടെ പോയി താമസിച്ചാലും നിങ്ങൾക്ക് സ്ഥിരമായി വീട്ട് നമ്പർ, നിങ്ങൾക്ക് സ്ഥിരമായ ഒരു വീട്ടുപേരും വീട്ട് നമ്പറും, ആ വീട്ടുപേരും ഈ വീട്ട് നമ്പറും മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഭക്ഷണം കൊണ്ടുവരുന്ന വ്യക്തിയെ കൃത്യമായിട്ട് ആ സ്ഥലത്തെത്തിക്കുന്ന ഒരു സ്ഥിരമായ വീട്ട് നമ്പർ നിങ്ങൾക്ക് വരാൻ പോകുകയാണ്. ഇപ്പോൾ വാർഡ് തിരിച്ച് പഞ്ചായത്ത് തിരിച്ചു വരുന്നത് അങ്ങനെ സ്ഥിരമായ വീട്ട് നമ്പർ. 131 കാര്യങ്ങൾക്ക് ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിൽ ഒരു നമ്പർ സംവിധാനം വരുന്നു. ആധാർ കാർഡ് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ആധാർ കാർഡിന്റെ അതാത് രാജ്യങ്ങളിലെ പേരുകളാണ്. അമേരിക്കയിൽ സോഷ്യൽ സെക്യൂരിറ്റി എന്ന പേരിലും, യൂറോപ്യൻ രാജ്യങ്ങൾ വെൽഫെയർ എന്ന പേരിലും, ചൈനയിൽ ഹുക്കോ കാർഡ് എന്ന പേരിലും, ഗൾഫ് രാജ്യം ഹെൽത്ത് കാർഡ് എന്ന പേരിലും ആധാർ കാർഡിന്റെ ചുരുക്കത്തിൽ ലോകത്തിലെ ഏത് വ്യക്തികൾക്കും ആ മനുഷ്യന്റെ പേരിന് പകരം മനുഷ്യൻ നമ്പർ അറിയപ്പെടുന്നുള്ള ബൈബിൾ പ്രകാരം ഒരു നമ്പർ സംവിധാനം വന്നു. ഈ നമ്പർ സംവിധാനം ഉപയോഗിച്ച് ഒരു ഭരണകാലഘട്ടം വരാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞ 3ാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ലോകത്തിലെ സകല രാഷ്ട്രങ്ങളിലെയും ഭരണകൂടങ്ങളുടെയും നിയന്ത്രണം ലോക ബാങ്കും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഏറ്റെടുക്കും. ലോക ബാങ്കും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഏറ്റെടുക്കും. എങ്ങനെ ഏറ്റെടുക്കുന്ന വെച്ചാൽ, ലോക മഹായുദ്ധം കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ 7 റോഡിൽ കൂടെയും വാഹനം ഓടുകയില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ഒരു വാഹനം റോഡിൽ ഓടുകയില്ല. കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി വരുന്ന കപ്പല് കടലിൽ മുങ്ങിപ്പോകും. ഇപ്പോൾ തന്നെ യുദ്ധം നടക്കുന്നതിന് മുമ്പ് പെട്രോളിയം ക്ഷാമം വന്നു കഴിഞ്ഞു. ഈ കപ്പല് കടലിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ വാഹനം ഓടുകയില്ല. അപ്പൊ അരിയും പരിപ്പും പയറൊന്നും കടലിൽ വരികയില്ല. രൂക്ഷമായ ക്ഷാമം വരും. ബൈബിളിൽ പറയുന്ന 7 വർഷക്കാല എതിർക്രിസ്തുവിന്റെ ഭരണകാലത്തിൽ 3.5 വർഷക്കാലം ഭൂമിയിൽ മഴ പെയ്യുകയില്ല. മനുഷ്യൻ വിശന്നിട്ട് സ്വന്തം കൈ കടക്കുന്ന ഭീകരമായ ക്ഷാമം വരും. അത് മാത്രമല്ല, വാഹനം ഓടാതായി കഴിഞ്ഞാൽ അരിയും പരിപ്പും പയറൊന്നും വരികയില്ല. അതിന് ബൈബിളിൽ പറയുന്നത് 1 രൂപയ്ക്ക് 2 കിലോ അരി, 1 രൂപയ്ക്ക് 2 കിലോ ഗോതമ്പ്. ബൈബിളിലെ പ്രവചന പ്രകാരമാണ്. ഒരു പണത്തിന് 2.5 യവം, ഒരു പണത്തിന് 2.5 എണ്ണ എന്ന് പറയുന്ന ആ ബൈബിൾ പ്രവചനം ഇവിടെ നിറവേറാൻ പോവുകയാണ്. രൂക്ഷമായ ക്ഷാമം വരും. ആളെണ്ണത്തിന് അരി കൊടുക്കും. ഇപ്പൊ സെൻസസ് വരാൻ പോവുകയാണ്. ഇപ്പോഴത്തെ വീടുകളിൽ നിന്ന് ആളുകൾ മൊബൈൽ ഫോണിൽ കൂടെ നമ്മുടെ സെൻസസ് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം 1-ാം തീയതി 30-ാം തീയതി വീടുകളിൽ വന്ന് കൃത്യമായിട്ട് വിവരം എടുക്കും. ഈ ആളുകളുടെ എണ്ണം എടുക്കുന്നതിന് കാരണം രൂക്ഷമായ ക്ഷാമം വരുമ്പോൾ ആളെണ്ണത്തിന് അരി കൊടുക്കാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല, നിങ്ങൾ റേഷൻ കടക്കാരനെ ചോദിക്കുമ്പോൾ റേഷൻ കടക്കാരൻ്റെ ഒരു പ്രത്യേക നിയമമുണ്ട്, ഭക്ഷ്യഭദ്രത, ഫുഡ് സെക്യൂരിറ്റി ആക്ട്. അത് കൊണ്ടുവന്നറിയാമോ? ബൈബിളിൽ പറയുന്ന 3ാം ലോക മഹായുദ്ധം നടക്കുമെന്നും രൂക്ഷമായ ക്ഷാമം വരുമെന്നും ബൈബിൾ വായിച്ചു പഠിച്ചിട്ടുള്ള ഐക്യരാഷ്ട്രങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി. അവർ ഭക്ഷ്യഭദ്രത നിയമപ്രകാരം റേഷൻ കട ഏറ്റെടുത്തു കഴിഞ്ഞു. അത് ബൈബിളിലെ പ്രകാരം നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇത് ഞങ്ങൾ പറയുന്നത്, ലോകത്തിൽ നാം കാണുന്നതും കേൾക്കുന്നതുമായ സകല സംഭവങ്ങളും ബൈബിളിലെ പ്രകാരമാണ്. യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിന് മുൻപ് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരുന്നുണ്ട്. അന്തരീക്ഷത്തിലും നടക്കുന്ന കാര്യങ്ങൾ അറിയാമോ? രൂക്ഷമായ ചൂട് വരുമെന്നാണ് ബൈബിൾ പറയുന്നത്. യേശുവിന്റെ വീണ്ടും വരുന്നുണ്ട്. മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോകും. ഇപ്പോൾ കാണുന്ന ചൂടായിരിക്കില്ല അടുത്ത കൊല്ലം, പിന്നത്തെ കൊല്ലം മാറി മാറി മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോകും. ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിൽ ഇതുപോലെ ആളുകൾ അത്യുഷ്ണത്താൽ വെന്തുപോയി. ആന്ധ്രാപ്രദേശിൽ ആളുകൾ അത്യുഷ്ണത്താൽ വെന്തുപോയി. അനേകം പ്രാർത്ഥിച്ച ആ അത്യുഷ്ണം ഇവിടുന്ന് മാറി മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോകും. അത് യേശുവിന്റെ വീണ്ടും വരുമ്പോൾ സംഭവിക്കും. കാട്ട് മുഴുവൻ നാട്ടിലേക്ക് ഇറങ്ങും. അത് യേശുവിന്റെ വീണ്ടും വരുമ്പോൾ സംഭവിക്കും. നിങ്ങൾക്കറിയാമോ?
ഈ ഇവിടെയുള്ള കോട്ടപ്പടി ഭാഗത്തൊക്കെ ആന ഇറങ്ങി, പുലി ഇറങ്ങി, കടുവ ഇറങ്ങി, ഇങ്ങനെ മനുഷ്യൻ കാട്ടുമൃഗം നാട്ടിലേക്ക് ഇറങ്ങുന്ന ബൈബിളിലെ നിർവഹിക്കും. അതിനൊരു പ്രത്യേക നിയമം വന്നൊരു ബഫർ സോൺ ആക്ട്. കാടിന്റെ 3 കിലോമീറ്റർ പരിധിയിൽ കാട്ടുമൃഗങ്ങൾക്ക് താമസിക്കാനുള്ളതാണ്. അതിനെ നമ്മൾ നാട്ടുകാർ ഒഴിഞ്ഞു പോകണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത്. കാടിന്റെ 3 കിലോമീറ്റർ പരിധിയിൽ നിന്നും നാട്ടുകാർ ഒഴിഞ്ഞു പോകണം. നമുക്കൊരു മൂർഖം പാമ്പിനെ കണ്ടാൽ തല്ലികൊല്ലാൻ പാമ്പിനെ നമ്മൾ പിടിച്ചു കൊണ്ടുവന്ന് കാട്ടിൽ കൊണ്ടുനാക്കണം. ഇങ്ങനത്തെ ഒരു നിയമം വന്നേക്കാണ്. അതിന്റെ കാരണം ബഫർ സോൺ ആക്ട്. അത് ബൈബിളിലെ പ്രകാരമാണ് കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങും. അന്ത്യകാലത്ത് മനുഷ്യദേഹം വിൽപ്പനയ്ക്ക് വെക്കുന്ന ബൈബിളിൽ രേഖപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കൊച്ചിയിൽ ചെന്നാൽ 75,000 രൂപ കൊടുത്താൽ 76 മണിക്കൂർ പ്രവർത്തിക്കുന്ന ബൊമ്മ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ബൊമ്മ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. മനുഷ്യദേഹം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. മനുഷ്യന്റെ അവയവങ്ങൾ ഉണ്ടാക്കി വിൽപ്പനയ്ക്ക് വെക്കാൻ പോവുകയാണ്. മനുഷ്യന്റെ സകല അവയവങ്ങളും കടകളിൽ വിൽക്കാൻ പോകുന്നു. ഈ മനുഷ്യന് കൃത്യമായി ജീവൻ കൊടുക്കാനുള്ള സംവിധാനം ആലോചിക്കുകയാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ബൈബിളിലെ പ്രവചനങ്ങൾ കാലാകാലങ്ങൾ നിറവേറി. ആകാശവും ഭൂമിയും മാറിപ്പോയാലും സൂര്യനും ചന്ദ്രനും മാറ്റപ്പെട്ടാലും ബൈബിളിലെ തിരുവചനങ്ങൾക്ക് വള്ളിക്കും വ്യത്യാസമില്ല. അത് മാത്രം നാം അനുഭവിക്കുന്ന സകല ശാസ്ത്രീയ സുഖ സൗകര്യങ്ങളും ബൈബിളിലെ പ്രകാരമാണ്. നാം സഞ്ചരിക്കുന്ന വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സൗകര്യമാണ്. വിമാനം കണ്ടുപിടിച്ചതിന് പുറകിൽ മനുഷ്യൻ നക്ഷത്രങ്ങളിൽ പോയി കൂട് വെച്ച് താമസിക്കുന്ന ബൈബിൾ പ്രകാരം ആ വിമാനം റൈറ്റ് സൗകര്യമാർ ജോർജ് റൈറ്റും ബിൽഫോർ റൈറ്റും വിമാനം കണ്ടുപിടിച്ച ശേഷം റോക്കറ്റ് കണ്ടുപിടിച്ചു. നമ്മുടെ ഇന്ത്യ രാജ്യവും കൃത്രിമ ഉപഗ്രഹം മംഗളിയാൻ ചൊവ്വയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ചൊവ്വയിൽ എത്തിച്ചു കഴിഞ്ഞ ഒരു നിലവാരത്തിലാണ് നിൽക്കുന്നത്. വിമാനം കണ്ടുപിടിച്ച് ബൈബിൾ നിവൃത്തിയാണ്. നാം ഉപയോഗിക്കുന്ന വൈദ്യുതി കണ്ടുപിടിച്ചത് വെള്ളത്തെ തടഞ്ഞു നിർത്തി ഗുപ്തമായിട്ട് വെളിച്ചമാക്കുന്ന ബൈബിൾ പ്രകാരമാണ് വൈദ്യുതി കണ്ടുപിടിച്ചത്. നാം വന്ന ടെലിവിഷൻ കണ്ടുപിടിച്ചത് സുവിശേഷം പ്രസംഗിക്കേണ്ടവർ മരിച്ചു പോകുന്നവരെ ഭൂലോകത്ത് പ്രദർശിപ്പിക്കുന്ന ബൈബിളിലെ ഭാഗം വായിച്ചിട്ടാണ് ജോൺ ലോക്കി പോയി ടെലിവിഷൻ കണ്ടുപിടിച്ചത്. ഭൂമി ശൂന്യം തൂങ്ങിക്കുന്ന കണ്ടുപിടിച്ചത് ബൈബിളിലെ പ്രകാരമാണ്. മനുഷ്യന്റെ ജീവൻ രക്തത്തിലാണെന്ന് കണ്ടുപിടിച്ചത് ബൈബിളിലെ പ്രകാരമാണ്. ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് ബൈബിളിലെ പ്രകാരമാണ്. ഭൂമിയും അതിലെ പണികളും ബന്ധുപോവുകയും മൂലപദാർത്ഥം കത്തി അഴിയുകയും ചെയ്യുമെന്ന ബൈബിളിലെ പ്രകാരം ഭൂമി മൂലപദാർത്ഥ ആറ്റത്തെ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണുമാക്കി മാറ്റി ആറ്റം ബോംബ് കണ്ടുപിടിച്ചു. ഇങ്ങനെ ബൈബിളിലെ സകല പ്രവർത്തനം നിറവേറ്റി. നിങ്ങൾ പറഞ്ഞ അവസാനിപ്പിട്ടെ, ആകാശവും ഭൂമിയും മാറിപ്പോകും, സൂര്യചന്ദ്രൻ മാറ്റപ്പെടും. ബൈബിളിലെ തിരുവചനങ്ങൾക്ക് വള്ളിക്കും വ്യത്യാസമില്ല. താമസം നിങ്ങൾ 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകും. പക്ഷെ യേശു ക്രിസ്തുവിന് 1000 ആണ്ട് ഭരണം ഉണ്ടാകും. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഭരണത്തിൽ പങ്കാളിയായി സ്വർഗരാജ്യത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ആകെ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: യേശു എന്റെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തേണ്ട ഹൃദയത്തിൽ വിശ്വസിക്കണം, വായ് കൊണ്ട് ഏറ്റുപറയണം, വെള്ളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെടണം, പരിശുദ്ധാത്മാഭിഷേകം ജീവിക്കണം. യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തേണ്ട ഹൃദയത്തിൽ വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് വെള്ളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം ജീവിച്ചത്. യേശു ക്രിസ്തു വരുമ്പോൾ 1000 വർഷക്കാലം ഭരിക്കുമ്പോൾ നീ ഒരു MLA ആയി, ഒരു MP ആയി, ഒരു ജില്ലാ കളക്ടറായി, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി, ഒരു താലൂക്ക് തഹസിൽദാർ ഈ ഭൂമിയിൽ 1000 വർഷക്കാലം ഭരിക്കും. നീ മരിച്ച് നീ സ്വർഗത്തിൽ പോകും. നീ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ പങ്കാളിയായാൽ 7 വർഷക്കാലം കൂടെ ഭരിക്കാൻ നീ നരകത്തിൽ പോകും. സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ്. ശാസ്ത്രലോകം സ്വർഗവും നരകവും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഭൂമിക്കടിയിൽ അത്യഗ്രഹമായി ചൂടാനും ജീവിക്കുന്ന പുഴുക്കളെന്ന ബൈബിളിലെ പ്രവചനം 1988 നവംബർ മാസം 22 ശാസ്ത്രലോകം തെളിയിച്ചു. ഭൂമിയുടെ ആഴം 7927 മൈലാണ്. നമ്മൾ കിണർ കുഴിച്ചാൽ 7927 കുഴിക്കാം. നോർവേക്കാർ ഡോക്ടർ നുമ്മാട്ടൻ സംഘവും റഷ്യക്കാർ ഡോക്ടർ അസാക്കോ സംഘവും ഭൂമി കുറിച്ചു നോക്കി. 9 മൈൽ അഥവാ 14 കിലോമീറ്റർ കുറിച്ചു. ഇന്നത്തെ സൈബീരിയയിലാണ് സംഭവം. അവർ ആ 14 കിലോമീറ്റർ കുറിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമിയുടെ അടിയിൽ നിന്ന് നരകത്തിലെ രാജാവ് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഭൂമി കുറിച്ചു നോക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ആ ലോകത്തിലെ സകല ഭാഷകളിലും മരിച്ചവർ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ ശബ്ദം കമ്പ്യൂട്ടർ പിടിച്ചെടുത്തു. ശാസ്ത്രലോകം വിധിയെഴുതി ഒരു നരകമുണ്ട്, നരകമൊരു യാഥാർത്ഥ്യമാണ്. ഇത് മാത്രമല്ല, ഭൂമിക്ക് മുകളിൽ സൂര്യനെയും ചന്ദ്രനെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർഗരാജ്യം ഉണ്ട് എന്നുള്ള ബൈബിളിലെ ശാസ്ത്രം ശരിവെച്ചു. ഭൂമി 23 ഡിഗ്രി വടക്കോട്ട് തിരിഞ്ഞ് 360 ഡിഗ്രി കറങ്ങുകയാണ്. കറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഭൂമി വികസനം ഡാമുകൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഭൂമി വടക്കോട്ട് ചെയ്യുന്നറിയാമോ? സത്യവേദപുസ്തകമായ ബൈബിളിൽ യേശു ക്രിസ്തു എന്റെയും നിന്റെയും പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു ഉയർത്തുന്ന യേശു ക്രിസ്തു ഉത്തരഗിരിയായ ശിവൻ കൊടുത്തിരിക്കുന്നു. തന്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് യേശു ഭൂമിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ തന്റെ സൃഷ്ടാവായ യേശുവിനെ സദാസമയം വടക്കോട്ട് ചരിഞ്ഞ് നമസ്കരിച്ചുകൊണ്ട് ഭൂമി കറങ്ങുകയാണ്. അതുകൊണ്ട് ഭൂമിയിൽ ഒരേ സമയം രാവുകൾ ഉണ്ടാകുന്നു. ആ വടക്കേ ദേശത്ത് ഭൂമിയിൽ നിന്നും 78 ബില്യൺ നോട്ടിക്കൽ എടുത്ത് തേജോപൂർണമായ ശോഭാപൂർണമായ പട്ടണം ശാസ്ത്രം കണ്ടെത്തി. അതിന്റെ പേര് പുതിയ ദേശം എന്നാണ്. പ്രിയമുള്ള, സ്വർഗം ഉണ്ട്, നരകമുണ്ട്, മനുഷ്യന്റെ ആത്മാവിന് തൂക്കമുണ്ട്. ഇതെല്ലാം പറയുന്നത് നിങ്ങൾ യേശു ക്രിസ്തു വിശ്വസിച്ച് യേശുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് സ്വർഗരാജ്യത്തിന് യോഗ്യനായിത്തീരണം. അത് മാത്രമല്ല, ഞങ്ങൾ പറയുന്ന പ്രസംഗം നിങ്ങൾ കേട്ടിട്ട് വിശ്വസിക്കാതെ മരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ നിങ്ങളുടെ ആത്മാവിനെ ദൈവത്തിന് മുമ്പിൽ വലിയൊരു കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്.
ആ കമ്പ്യൂട്ടർ മുമ്പിൽ കൊണ്ടു നിർത്തും. ഈ പ്രകൃതിയെയും ജീവജാലങ്ങളെയും ഇവിടെയുള്ള വൃക്ഷങ്ങളെയും വാഹനങ്ങളെല്ലാം ആ കമ്പ്യൂട്ടർ മുമ്പിൽ തെളിച്ചു കാണിക്കും. യേശു എന്റെയും നിന്റെയും പാപത്തിന് പരിഹാരമായി കാൽവരിക്കുറിച്ച് മരിച്ച് ഉയർത്തുന്ന പ്രസംഗം കേട്ടിട്ട് വിശ്വസിക്കാതെ മരിച്ചു കഴിഞ്ഞാൽ നിന്നെ നേരത്തെ പറഞ്ഞ നിത്യശിക്ഷാവിധിയാകുന്ന തീർപ്പയിലേക്ക് തള്ളിക്കളയും. മറ്റൊരുത്തും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ യേശുവിന്റെ നാമമില്ല. യേശു മാത്രമേ മരിച്ചിട്ട് ഉയർത്തെഴുന്നൊരു ദിവസത്തെ ദൈവമുള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ 2011 ഡൽഹിയിരുന്നു. 2011 ഡൽഹി വന്നിട്ട് മഹാത്മാഗാന്ധിയുടെ വെല്ലുവിളിത്തോളിൽ ഒരു പുഷ്പചക്രത്തിൽ നോക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ കറ അടഞ്ഞു കിടക്കുന്നു. എന്നാൽ യേശുവിന്റെ കറ പുറമെ കിടക്കുന്നു. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു വിശ്വസിക്കണം, നിത്യരക്ഷ കരസ്ഥമാക്കണം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇവിടെ താമസിക്കുന്ന മത്തായി പാസ്റ്ററോട് ചോദിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ വിതരണം ചെയ്ത നോട്ടീസുകൾ ഞങ്ങളുടെ പേരും മേൽവിലാസമെല്ലാം ഉണ്ട്. അതിൽ കൂടെ നിങ്ങൾ ആ ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ബൈബിൾ സൗജന്യമായിട്ട് കിട്ടും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരം തരും. പ്രിയമുള്ളവരെ, യേശുവിൽ വിശ്വസിച്ച് നിത്യരക്ഷ കരസ്ഥമാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.